equilibrium concentration of electrons and holes. Okay, so നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് പറഞ്ഞിരുന്നു, പിന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് പറഞ്ഞിരുന്നു. ഫെർമി ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. ആ പ്രോബബിലിറ്റിയെ നമ്മൾ എഫ് ഓഫ് ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1+e⁻⁸ ആണ്. ഇതാണ് നമ്മുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് ഫെർമി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് NOFE എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഡെൻസിറ്റിയാണ്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ വോളിയം പെർ എനർജി ആണ് നമ്മളുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഫോർമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിരുന്നു. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് NC = ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച റിവൈസ് ചെയ്യുന്ന 2×2πmn⁻kT/h², 3/2 ആയിരുന്നു ഒരു കണ്ടക്ഷൻ ബാൻഡിലെ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ വാലൻസ് ബാൻഡിലെ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2×2πmp⁻kT/h², 3/2. ഓക്കെ, ഇത് Mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെമി കണ്ടക്ടർ സ്പെസിഫൈനിലെ ഒരു എനർജി ബാൻഡിൽ ഇതർ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓർ ഇൻ വാലൻസ് ബാൻഡ് നമ്പർ ക്യാരിയേഴ്സിനെ കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അതൊരു ഇൻ്റഗ്രൽ സമ്മാണ്, അല്ലെങ്കിൽ NOFE, ROFE ആൻഡ് FOFE ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity or E is equal to EC to infinity F of E into Fermi probability into N of E into R of E. ഈ ഇൻ്റഗ്രൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ്റഗ്രൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്. ഓക്കെ, സോ എനിവേ ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രലായിട്ട് വരുന്ന അല്ലെങ്കിൽ കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഇൻ്റഗ്രൽ കാൽക്കുലേഷന് പകരം ഗ്രാഫിക്കലി നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസിൽ ഇതെങ്ങനെ വരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻട്രിൻസിക് മെറ്റീരിയൽ എടുത്തിട്ട് നോക്കാം. ഇൻട്രിൻസിക് മെറ്റീരിയൽ. ഓക്കെ, സോ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് നോക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫിക്കൽ പ്ലോട്ട് വരയ്ക്കാൻ പറ്റുക. സോ വളരെ സിമ്പിളായിട്ട് എനർജി ലെവൽ എന്നുള്ള രീതിയിൽ ഓക്കെ, സോ നമുക്കിവിടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവലുണ്ട്, അതുപോലെ വാലൻസ് ബാൻഡ് എനർജി ലെവലുണ്ട്. ഇതാണ് EC, ഇതാണ് EV. ഓക്കെ, സോ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം, എനർജി ബാൻഡ് റെപ്രസെൻറ്റേഷനാണ്. ഇതിൻ്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഹാഫ് വേ ത്രൂ ആയിരിക്കും, അതായത് മിഡ് പോയിൻ്റ്, എക്സാക്റ്റ് മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്രോക്സിമേഷൻ മെത്തേഡിൽ നമുക്ക് മിഡ് പോയിൻ്റ് ആണ് നമ്മുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റായിട്ട് കിട്ടുക. ഓക്കെ, അതുപോലെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഇക്വേഷൻ ഇത് എഫക്റ്റീവ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിക്കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് √E എന്ന് വരുന്ന സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു √E ആണ്. സോ √E എനർജിയുടെ റൂട്ടിന് പ്രൊപ്പോർഷനാണ് ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ √ എക്സ്പ്രഷൻ നമ്മൾ പോകുന്നത് നോക്കിയാൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. 1ൻ്റെ റൂട്ട് 1 ആണ്, ദെൻ 4ൻ്റെ റൂട്ട് 2 ആണ്,
ദെൻ ഇങ്ങനെ പോയ 9ൻ്റെ റൂട്ട് നമുക്കറിയാം 3 ആണ്. സോ ഈ പ്ലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ആ പ്ലോട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കണ്ടക്ഷൻ ബാൻഡ് എബവ് ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പ്ലോട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ നമുക്ക് ഒരു സ്കെയിലിൽ ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എടുക്കാം. ദെൻ സെയിം പ്ലോട്ടായിട്ട് ഇവിടെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് എനർജി, ഇവിടെ നമുക്ക് വാലൻസ് ബാൻഡ് എനർജി, ഇവിടെ നമുക്ക് ഫെർമി എനർജി ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ പ്ലോട്ടിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എബവ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് കണ്ടക്ഷൻ ബാൻഡ് ടു ഇൻഫിനിറ്റി ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ വാലൻസ് ബാൻഡിൽ ഈ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിക്രീസിങ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് ഡിക്രീസിങ് ആയിട്ട് പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്രോക്സിമേറ്റ് സ്കെച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അതുപോലെ അടുത്ത നമ്മളുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് FOE പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം എനർജി ബാൻഡ് റെഫറൻസ് ആയിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ EC ഉണ്ട്, ദെൻ EV ഉണ്ട്, ദെൻ നമുക്ക് EF ഉണ്ട്. സോ ഫെർമി പ്ലോട്ടിലേക്ക് വരുമ്പോൾ Y ആക്സിൽ വീണ്ടും എനർജി, ദെൻ X ആക്സിൽ നമ്മൾക്ക് FE ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ EFന് കറസ്പോണ്ടിങ് ആയ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ദെൻ ഇവിടുത്തെ പ്രോബബിലിറ്റി 1 ആണ്. സോ ഫോർ ദോസ് ബിലോ EF നമുക്കറിയാവുന്നതാണ് പ്രോബബിലിറ്റി അപ്രോക്സിമേറ്റ്ലി 1 ആണ് ആൻഡ് ഫോൾസ് ടു 0 ഫോർ എബവ് EF. സോ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഗ്രാഫ് പോകുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ പ്ലോട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഇതാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് NOE ഇൻറ്റു RE എന്ന് പറയുന്നത്. NOE ഇൻറ്റു RE അല്ല NOE DOE സോറി. ദെൻ അടുത്ത ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് NOE ഇൻറ്റു FOE DE പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഗ്രാഫായിട്ട് വരിക. സോ സെയിം റെഫറൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് EC ഉണ്ട്, ഇവിടെ നമുക്ക് EV ഉണ്ട്. ദെൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ എനർജി ബാൻഡ് ഗ്യാപ്പ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് നോക്കുമ്പോൾ ബിലോ കണ്ടക്ഷൻ ബാൻഡ് നമുക്ക് 0 ആയിട്ടും കിട്ടുക. ദെൻ എബൌട്ട് ദ കണ്ടക്ഷൻ ബാൻഡ് ഇത് ഇങ്ങനെ അങ്ങോട്ട് എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ആണ്. ബട്ട് ഇവിടുത്തെ വാല്യൂ നമ്മൾ എനർജി കൂടുന്നതനുസരിച്ച് ഇത് എനർജി സ്കെയിലാണ്, എനർജി കൂടുന്നതനുസരിച്ച് ഇത് ഇറ്റ് ഈസ് ലെറ്റിംഗ് ടു 0. സോ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർട്ടിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്ന രീതി തന്നെയായിരിക്കും. ദെൻ അതിന് ശേഷം ഇതിങ്ങനെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ക്യാരിയേഴ്സ്, N ടൈപ്പ് ക്യാരിയേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ എനർജിയിലും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് നമ്പർ ഓഫ് ക്യാരിയേഴ്സ് N0 എന്ന് പറയുന്നത്. ആ N0യുടെ ഇക്വേഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിരുന്നു. സോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സോ N0യുടെ ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടൊരു പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി ബാൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതുപോലെ വാലൻസ് ബാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് ഈവൻ എനർജി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇങ്ങനെ ഇൻക്രീസിങ് ആണ്. ഇവിടെ പ്രോബബിലിറ്റി ഓക്യുപ്പൻസി 1 ആയിട്ട് വരുന്നത് നമുക്ക് വാലൻസ് ബാൻഡ് ടോപ്പിലായിരിക്കും. സോ എബവ് വാലൻസ് ബാൻഡ് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് 0 ആണ്. സോ ഇവിടെ ഓക്യുപ്പേഷൻ പ്രോബബിലിറ്റി 0 ആയിട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്കിവിടെ 0 ആയി കിട്ടുക. ദെൻ ഇതേ അനാലിസിസ് ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ട് ഇതിങ്ങനെ ഡിക്രീസ് ആവുന്ന രീതിയിലായിരിക്കും. ഇതായിരിക്കും അവിടുത്തെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. വിത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഗ്രാഫിക്കൽ ഏരിയ ആയിരിക്കും. ദാറ്റ് മീൻസ് ഏരിയ അണ്ടർ ദിസ് കർവ്. ഈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആണ്. സോ ഏരിയ അണ്ടർ ദ കർവ് ഈസ് നത്തിങ് ബട്ട് അവർ
integral. So area is equal to integral from 0 to infinity n of e f of e dE. So ഈ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മളുടെ നമ്പർ ഓഫ് ഇൻട്രിൻസിക് കാരിയർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വരയ്ക്കുന്ന ഈ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്പർ ഓഫ് ഇൻട്രിൻസിക് ഹോൾസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾക്ക് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിൽ കണ്ടുപിടിച്ചതാണ്. ഒരു സിംബോളിക്കായിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ ടൈപ്പ് മെറ്റീരിയലിൽ എങ്ങനെയായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻസ് പോകുന്നത്? സോ ആദ്യം വരച്ചതുപോലെ നമ്മൾക്ക് എനർജി ബാൻഡ് എന്നുള്ള രീതിയിൽ കണ്ടക്ഷൻ ബാൻഡുണ്ട്, താഴെ വാലൻസ് ബാൻഡുണ്ട്. ദെൻ നമുക്കറിയാം ഈ എൻ ടൈപ്പ് അല്ലെങ്കിൽ ഡോണർ ഇമ്പ്യൂരിറ്റി ഉള്ള ഒരു സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ വിൽ മൂവ് എവേ ഫ്രം ദ മൂവ് ടുവേർഡ്സ് അപ്വേർഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും നമ്മളുടെ എൻ ടോപ്പ് മെറ്റീരിയൽ. സോ ഇവിടെയായിരിക്കും നമ്മളുടെ ഇ എഫ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ പി ടൈപ്പ് ആയാലും എൻ ടൈപ്പ് ആയാലും ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയാലും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എനർജി ബാൻഡ് ഗ്യാപ്പിൽ ഉണ്ടാവില്ല. അത് എബവ് ദ വാലൻസ് ബാൻഡ്, എബവ് ദ കണ്ടക്ഷൻ ബാൻഡും ബിലോ ടു ദ വാലൻസ് ബാൻഡും ആയിരിക്കും നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വരാം. സോ ഇവിടെയാണ് നമ്മളുടെ ഫെർമി പ്ലോട്ടായിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് ഇ ഫംഗ്ഷൻ, ഫെർമി ഫംഗ്ഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പ്ലോട്ട് ബട്ട് മൂവ് അപ്വേർഡ്സ്, അതായത് ഫെർമി ലെവലിൽ 1/2 വരുന്ന രീതിയിൽ ഇതായിരിക്കും നമ്മളുടെ ഇ സി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇ വി, ഇവിടെയാണ് നമ്മളുടെ ഫെർമി പ്ലോട്ട് അല്ലെങ്കിൽ ഫെർമി എനർജി ലെവൽ ഇരിക്കുന്നത്. സോ ഈ പ്ലോട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 1/2, ദെൻ ഇവിടെ 1. ഈ 1/2 കിട്ടുന്ന പ്ലോട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിൻ്റെ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വരച്ചതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഇവിടെ ഉണ്ടായിരിക്കും. ബിക്കോസ് കാരിയർ കോൺസെൻട്രേഷൻ, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ് വരിക. സോ 1/2ലേക്ക് ഇങ്ങനെ വരും. അതിനുശേഷം 1/2 നിന്ന് ഇങ്ങനെ കൂടിയിട്ട് ഇൻക്രീസ് ചെയ്ത് അത് വാലൻസ് ബാൻഡിലെത്തുമ്പോൾ പ്രോബബിലിറ്റി 1ലേക്ക് മാറും. സോ ആ സിമ്പിൾ പ്ലോട്ടിന് ആദ്യം വരച്ച പ്ലോട്ട് ഇങ്ങനെ വന്ന് ഹാഫ് വേ ത്രൂ ആയിരുന്നു നമ്മളുടെ പ്ലോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇതിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു കേസായിരിക്കും ഫെർമി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്ന് പറയുന്നത്, ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ ഇത് എൻ ടൈപ്പ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഇതാണ് നമ്മളുടെ എഫ് ഓഫ് ഇ. എഫ് ഓഫ് ഇ ഇൻറ്റു എൻ ഓഫ് ഇ ആർ ഓഫ് ഇ. ഇത് എൻ ഓഫ് ഇ ഇൻറ്റു ഡി ഓഫ് ഇ ആണ്, സോറി ആർ ഓഫ് ഇ അല്ല. സോ നെക്സ്റ്റ് എൻ ഓഫ് ഇ ഇൻറ്റു ഓർ എഫ് ഓഫ് ഇ ഇൻറ്റു എൻ ഓഫ് ഇ ഡി ഓഫ് ഇ എന്ന് പറയുന്നത് ഓരോ പ്ലോട്ടിൻ്റെയും കറസ്പോണ്ടിങ് ലൊക്കേഷൻസിലെ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ആ പ്ലോട്ട് എങ്ങനെ വരുമെന്ന് നോക്കിയാൽ ദെൻ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇവിടെ പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇല്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് 0, ബിലോ ടു ദ കണ്ടക്ഷൻ ബാൻഡ് 0 ആണ് കിട്ടുക. ദെൻ എബൌട്ട് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആദ്യത്തെ കേസിനേക്കാളും ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഒരുപോലെ തന്നെയാണ്, ബട്ട് പ്രോബബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് നമ്മളുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈ രീതിയിലായിരിക്കും ഇത് 0ലേക്ക് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് ഈ ടോട്ടൽ ഏരിയ ആയിരിക്കും ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഹോൾസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എബവ് വാലൻസ് ബാൻഡ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എബവ് വാലൻസ് ബാൻഡ് 0 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇൻട്രിൻസിക് മെറ്റീരിയൽ എങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെ സെയിം മാഗ്നിറ്റ്യൂഡിലായിരിക്കും, അതായത് സെയിം ഇൻട്രിൻസിക് മെറ്റീരിയൽ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ P0 ഇതാണ് നമ്മളുടെ എൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഇലക്ട്രോൺ ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ ബിക്കം ഇൻറ്റഗ്രൽ 0 to infinity എൻ ഓഫ് ഇ എഫ് ഓഫ് ഇൻ്റെ എൻ ഓഫ് ഇ ഡി ഇ ഇവാലുവേറ്റ് ചെയ്ത് ഇതിൽ കിട്ടുന്ന കേസിൽ ആയിരിക്കും നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതേ പ്ലോട്ട് നമുക്ക് പി ടൈപ്പ് മെറ്റീരിയലിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ടൈപ്പ് മെറ്റീരിയലിലെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് സെയിം പ്ലോട്ട് ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ഉണ്ട്, ഇവിടെ നമുക്ക് വാലൻസ് ബാൻഡ് എനർജി ഉണ്ട്. ദെൻ ഫെർമി എനർജി എന്ന് പറയുന്നത് എൻ ടൈപ്പ് പി ടൈപ്പ് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ അത് ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ എനർജി ബാൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പ്ലോട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം 3 കേസിലും സെയിം തന്നെയായിരിക്കും. എനർജി ബാൻഡ് ഗ്യാപ്പിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല. ദെൻ എബവ് ആൻഡ് ബിലോ ടു ദ കണ്ടക്ഷൻ ബാൻഡ് വേരി ലൈക്ക് ദിസ് അപ്രോക്സിമേറ്റ് ഡ്രോപ്പ് ആണ്. ദെൻ എഫ് ഓഫ് ഇ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സെയിം പ്ലോട്ട് തന്നെയായിരിക്കും, ബട്ട് ഓൺലി വൺ ഡിഫറൻസ് ഈസ് ഫെർമി ലെവലിന് ക്ലോസ് ആയിട്ടായിരിക്കും, വാലൻസ് എനർജി ലെവലിൽ ക്ലോസ് ആയിരിക്കും നമ്മളുടെ 1/2 പോയിന്റ് എടുക്കുന്നത്. സോ ഇതാണ് 1/2, ഇവിടെയാണ് 1. സോ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്
മോർ, ആദ്യം വരച്ചതുപോലെ തന്നെ ഇങ്ങനെ വന്ന്, അതായത് ഒക്യുപേഷൻ പ്രോബബിലിറ്റി ഇവിടെ വളരെ കുറവാണ്, ദെൻ ഇൻക്രീസ് ടു 1. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി, ഫെർമി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടായിട്ട് ഇവിടെ കേസിൽ വരിക. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് അടുത്ത പ്ലോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ ഇൻറ്റു എൻ ഓഫ് ഇ ആർ ഓഫ് ഇ പ്ലോട്ട്, ഡി ഓഫ് ഇ പ്ലോട്ട് എങ്ങനെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പ്ലോട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ചിന്തിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ഡെൻസിറ്റി ഓഫ് സൈഡ്സ് ബിലോ ടു കണ്ടക്ഷൻ ബാൻഡ് 0 ആണ്. സോ ഇവിടെ കിട്ടുന്നത് നമ്മൾക്ക് ഇൻട്രിൻസിക് മെറ്റീരിയൽ എത്ര മാഗ്നിറ്റ്യൂഡ് കിട്ടിയോ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. ബട്ട് ഈ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കുറവാണ്. ഈ കേസിനേക്കാളും വളരെ കുറവായിരിക്കും, വളരെ കൂടുതലായിരിക്കും കുറവായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഹോൾ ഡെൻസിറ്റി, ഹോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാളും ബിഗ്ഗറായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടായിരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുക. സോ ഇതായിരിക്കും ഈ കേസിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഈ ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും. ഈ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് ഇ, എൻ ഓഫ് ഇ ഇൻറ്റു 1 മൈനസ് എഫ് പ്രോബബിലിറ്റി, എഫ് ഓഫ് ഇയുടെ പ്രോബബിലിറ്റി 1 കുറയ്ക്കുക, അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ 1 മൈനസ് എഫ് ഓഫ് ഇ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷനായിട്ട് വരിക. സോ ഇതാണ് നമ്മളുടെ ഈ കാരിയർ കോൺസെൻട്രേഷൻസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വഴിയുള്ള ഒരു അനാലിസിസ്. ഓക്കെ, സോ നെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഈ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എൻ ഐയും പി ഐയും എങ്ങനെ നമുക്ക് പ്രോബ്ലം വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എൻ ഐ ആൻഡ് പി ഐയുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇക്വേഷൻസ് നമ്മൾ ഒന്നുകൂടെ റീകോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എൻ ഐ ഈസ് ഈക്വൽ ടു number of electrons in conduction band is equal to number of effective density of states in conduction band NC into e raised to minus of EC minus EI, EC minus EI by KT. ഇതാണ് നമ്മളുടെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ, എനി എനർജി ലെവൽ അബവ് കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് നമ്മളുടെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിരുന്നു. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പി ഐ സി ഈക്വൽ ടു എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഈ ഓർഡർ തിരിഞ്ഞു വരും, ഇ ഐ മൈനസ് ഇ എഫ് ഇ ഐ മൈനസ് ഇ സി ബൈ കെ ടി. ഇതാണ് നമ്മളുടെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മൈനസ് ഓഫ് ഇ ഐ മൈനസ് ഇ സി, ഇ വി ഇ വൈ മൈനസ് ഇ വി ആണ്, ഇ ഐ മൈനസ് ഇ വി, ഇവിടെ ഇ സി മൈനസ് ഇ ഐ, ഇവിടെ ബാലൻസ് ബാൻഡാണ്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡാണ്. സോ ഇതാണ് നമ്മുടെ രണ്ടിൻ്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിം ഇക്വേഷൻസ് ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എൻ ഐ ആൻഡ് പി ഐ എല്ലാത്തിനും നമുക്ക് N0 ആൻഡ് P0 ഇൻട്രിൻസിക് ഇനർജി 0 എന്ന്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് N0 P0 ഇട്ടിരിക്കുന്നു. സോ ഇക്വേഷൻ നമുക്ക് N0 ഈസ് ഈക്വൽ ടു എന്ന് സെയിം പ്രോബബിലിറ്റി N0 എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐയെ മാറ്റിയിട്ട് ഇ എഫ് കൊടുത്ത് നമുക്ക് N0 ഇക്വേഷൻ കിട്ടും. സോ ഈ ഇക്വേഷനിൽ നിന്ന് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഇൻട്രിൻസിക് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് NC ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ ഐ മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം, ഫെർമി വോൾട്ടേജ് ഫെർമി എനർജി ആക്കണം, ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി എന്ന് വരും. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടി എന്ന് എഴുതാൻ പറ്റും. സെയിം ഇക്വേഷൻ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തു. സോ ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ഇതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക. സോ 3 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ N0 ഇൻറ്റു P0, N0 ഇൻറ്റു P0 ഈസ് ഈക്വൽ ടു NC ഇൻറ്റു എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടി എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു NC ഇൻറ്റു എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ്, ദെൻ ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ മൈനസ് ഇ എഫ്
sorry, minus EF minus EV yeah, so നമുക്ക് ചെയ്യുമ്പോൾ മൈനസ് EF minus of minus of EF minus EV the whole divided by KT എന്ന് എഴുതാൻ പറ്റും, which is equal to NC into NV into e raised to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണം, അതാണ് കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇ സി മൈനസ് ഓഫ് ഇ സി then minus into minus plus EF then minus EF then minus of minus plus EV the whole divided by KT എന്ന് എഴുതാൻ പറ്റും, which is equal to NC into NV into e to the power മൈനസ് പ്ലസ് EF മൈനസ് EF ക്യാൻസൽ ആകും, നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് EC പ്ലസ് EV ബൈ KT എന്ന് എഴുതാൻ പറ്റും, which is equal to NC into NV into e raised to ഒരു മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ മൈനസ് ഓഫ് EC മൈനസ് EV എന്ന് എഴുതാൻ പറ്റും, EC മൈനസ് EV എന്ന് എഴുതാൻ പറ്റും. സോ മൈനസ് EC പ്ലസ് EV ഡിവൈഡഡ് ബൈ KT, which is equal to NC into NV into e raised to then EC നമുക്കറിയാം പ്ലോട്ടിൽ നിന്ന് ഇതാണ് EC, ഇതാണ് നമ്മളുടെ വാലൻസ് എനർജി. EC മൈനസ് EV എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പാണ്, EG ആണ്. സോ e raised to മൈനസ് ഓഫ് EG ബൈ KT എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ കിട്ടിയ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് N0 P0 ഈസ് ഈക്വൽ ടു N0 P0 എന്ന് പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ N0 ഈക്വൽ ടു Ni ആണ്, P0 ഈസ് ഈക്വൽ ടു Pi ആണ്, ആൻഡ് Pi ഈസ് ഈക്വൽ ടു Ni ആണ്. സോ N0 ഇൻറ്റു P0 നമുക്ക് Ni സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ Ni സ്ക്വയർ ഈസ് ഈക്വൽ ടു NC ഇൻറ്റു NV ഇൻറ്റു e raised to മൈനസ് EG ബൈ KT എന്ന് എഴുതാം. That means intrinsic concentration Ni is equal to in the root എടുക്കുമ്പോൾ square root of NC into NV e raised to minus EG by KT the whole raised to 1 by 2 root വരുമ്പോൾ e raised to minus of EG by 2 KT എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ intrinsic concentration of electrons and holes. So N0 ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ NC ആൻഡ് NV. പി ടൈപ്പ് മെറ്റീരിയലും N ടൈപ്പ് മെറ്റീരിയൽ അല്ല, ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണ്. Ni is equal to root NC NV into e raised to minus of EG by 2 KT. ഓക്കെ, സോ EG by 2 എന്ന് പറയുന്നത് അത് എക്സാക്ട്ലി അറ്റ് ദ മിഡ് പോയിൻ്റ് ആണ്. നമുക്കറിയാം ആരാണ് മിഡ് പോയിന്റിലുള്ളത്, ഫെർമി എനർജിയാണ്. സോ EC മൈനസ് EG by 2 എന്ന് പറയുന്നത് ആക്ച്വലി EF ആണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് NC NV ഇൻറ്റു e raised to മൈനസ് EF by KT എന്ന് എഴുതാൻ പറ്റും. സോ Ni ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ Ni ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് NC NV e raised to മൈനസ് EF by KT. സോ അതുപോലെ നമ്മൾ ഉപയോഗിച്ച വേറൊരു ഫോർമുലയാണ് N0 ഇൻറ്റു P0 N0 ഇൻറ്റു P0 ഈസ് ഈക്വൽ ടു Ni സ്ക്വയർ എന്ന ഫോർമുല. ഓക്കെ, ഇതിനെ മാസ് ആക്ഷൻ ലോ എന്ന് പറയാറുണ്ട്. N0 ഇൻറ്റു P0 ഈസ് ഈക്വൽ ടു Ni സ്ക്വയറിന് മാസ് ആക്ഷൻ ലോ എന്നും പറയാറുണ്ട്. സോ നമുക്ക് രണ്ട് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് Ni എന്ന് പറയുന്നത് റൂട്ട് ഓഫ് NC NV ഇൻറ്റു e raised to മൈനസ് EG by 2 KT ആണ്. സോ ഇൻ ജനറൽ കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ NC NVക്ക് പകരം N0 അത് N0 ഇൻറ്റു ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ, ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷനാണ്. ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അപ്രോക്സിമേഷൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ N0 ഈസ് ഈക്വൽ ടു Ni ഇൻറ്റു e raised to EF മൈനസ് EI ഡിവൈഡഡ് ബൈ KT എന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. സെയിം ഇക്വേഷൻ അല്പം മോഡിഫൈ ചെയ്തതാണ്, ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് Ni ഇൻറ്റു e raised to EI മൈനസ് EF by KT എന്ന് എഴുതാം.
സോ ഈ രണ്ട് ഇക്വേഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. NI ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ്റെ ടേംസിൽ ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കാരിയർ കോൺസെൻട്രേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസ് അതിൻ്റെ കാരിയർ കോൺസെൻട്രേഷൻ്റെ എക്സ്പ്രഷൻസ് ആണ്. സോ നമ്മൾ ഇൻട്രിൻസിക് മെറ്റീരിയലാണ് നമ്മൾ പറഞ്ഞു. ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയിട്ടുള്ള കേസിൽ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹോളിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ N0 ഈസ് ഈക്വൽ ടു P0 ആണ്. സോ N0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കി NC ഇൻറ്റു E റൈസ് ടു EF മൈനസ് EI ഡിവൈഡഡ് ബൈ KT. ഇതൊരു ഇക്വേഷൻ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു NV ഇൻറ്റു ഹോളിൻ്റെ കോൺസെൻട്രേഷൻ NV ഇൻറ്റു E റൈസ് ടു EC മൈനസ് EI ബൈ EF മൈനസ് ഇത് EC ആണ്. ദിസ് ഈസ് EV മൈനസ് EF ബൈ KT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, so sorry for confusing. And so this is the equation NC into E raised to minus EF minus EC by KT, and NV is equal to E raised to NV into E raised to EV minus EF by KT എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ NCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് NC നമ്മൾ ആദ്യം എഴുതുന്നത് NC എന്ന് പറയുന്നത് 2 into 2 pi mn star KT divided by H square ആണ്. അതുപോലെ NV എന്ന് പറയുന്നത് 2 the whole raised to 3/2 ഉണ്ട്. 2 into 2 pi mp star KT divided by H square the whole raised to 3/2 ഉണ്ട്. സോ ഈ ഇക്വേഷൻ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് NCയുടെ ടേംസിൽ ലെഫ്റ്റിൽ 2 into 2 pi raised to 3/2 ഉണ്ട്, mn star raised to 3/2 ഉണ്ട്, KT raised to 3/2 ഉണ്ട്, H square raised to 3/2 ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലും എല്ലാ ടേംസും വരും. സോ ഇതിൽ പ്രൊഡക്റ്റിൽ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഈ ടേംസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ വരുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് എല്ലാം പരസ്പരം ക്യാൻസൽ ആവും. 2 pi ക്യാൻസൽ ആവും, KTയും ക്യാൻസൽ ആവും, H square ക്യാൻസൽ ആവും. ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രോണിൻ്റെ എഫക്റ്റീവ് മാസിൻ്റെ റേസ് ടു 3/2 ആയിരിക്കും, റൈറ്റ് സൈഡിലെ ഹോളിൻ്റെ എഫക്റ്റീവ് മാസ് റേസ് ടു 3/2 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ നമുക്ക് mn star റേസ് ടു 3/2 ഇൻറ്റു E റേസ് ടു EF മൈനസ് EC ബൈ KT ഈക്വൽ ടു ഇവിടെ MP star റേസ് ടു 3/2 ഇൻറ്റു E റേസ് ടു EV മൈനസ് EF ബൈ KT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഇക്വേഷന് നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ mn സ്റ്റാർ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരിക, ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. സോ E റേസ് ടു EF മൈനസ് EC ബൈ KT ഡിവൈഡഡ് ബൈ E റേസ് ടു EV മൈനസ് EF ബൈ KT ഈസ് ഈക്വൽ ടു MP by mn, MP star by mn star the whole raised to 3/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ A raised to m divided by A raised to n നമുക്ക് A raised to m minus n ചെയ്യുമ്പോൾ ഈ 1/KT EF minus EC then minus EV plus EF എന്ന് വരും. ഓക്കെ, സോ which is equal to EF minus EC minus EV plus EF എന്ന് വരും. which is equal to EF plus EF 2EF ആണ്, and minus of EC plus EV എന്ന് വരും. minus of EV, where went wrong, let us check. minus EV plus EF. EF minus EC, EV minus EF. EF plus EF become 2EF, then minus of EC plus EV. 2EF.
ഓക്കെ ഓക്കെ എനിവേ ലെറ്റ്സ് കം ബാക്ക്. സോ നമ്മൾ റീചെക്ക് ചെയ്തുകൊണ്ടാണ് മിനിറ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി, ദെൻ ഇവിടെ മൈനസ് ഓഫ് ഇ വി, ദെൻ മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ് ഇ എഫ് ബൈ കെ ടി ഇസ് ഈക്വൽ ടു എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇ എഫ് പ്ലസ് ഇ എഫ് ഉണ്ട് 2 ഇ എഫ് വന്ന് വരും ഡിവൈഡഡ് ബൈ കെ ടി, ദെൻ ഇത് മൈനസ് ഓഫ് ഇ സി ആൻഡ് ഇ വി വരും. സോ മൈനസ് ഓഫ് ഇ സി പ്ലസ് ഇ വി വരും. സോ മൈനസ് ആയതുകൊണ്ട് നമുക്കതിന് താഴെ ഇ റേസ് ടു ഇ സി പ്ലസ് ഇ വി ബൈ കെ ടി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ടേമിന് റൈറ്റ് ആയി വേണം. ഇത് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എഫ് പ്ലസ് ഇ എഫ് 2f ആയി, ദെൻ മൈനസ് ഓഫ് ഇ സി പ്ലസ് ഇ വി എന്ന് പറയും. സോ എ റേസ് ടു എം മൈനസ് എൻ, എ റേസ് ടു എം ഡിവൈഡ് ബൈ എൻ എഴുതിയപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇ റേസ് ടു 2 ഇ എഫ് ബൈ കെ ടി ഇസ് ഈക്വൽ ടു എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു ഇ റേസ് ടു ഇ സി പ്ലസ് ഇ വി ബൈ കെ ടി എന്ന് എഴുതാൻ പറ്റും. സോ ടേക്ക് നാച്ചുറൽ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ടേക്ക് എൽ എൻ ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് കിട്ടുന്നത് 2 ഇ എഫ് ബൈ കെ ടി ഈസ് ഈക്വൽ ടു 2 ഇ എഫ് ബൈ കെ ടി ഈസ് ഈക്വൽ ടു ഇത് 3/2 എൽ എൻ എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ പ്ലസ് ഇ സി പ്ലസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിനെ തന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇ എഫ് ബൈ കെ ടി ഇസ് ഈക്വൽ ടു 3/2 എൽ എൻ എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ പ്ലസ് ഇ സി പ്ലസ് ഇ വി ബൈ കെ ടി. സോ നമുക്ക് ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ഫെർമി എനർജി എവിടെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇ എഫ് ഈക്വൽ ടു, അതായത് ആർ ടി കെ ടി ഡിവൈഡഡ് ബൈ ആർ 2 ചെയ്യുമ്പോൾ 3/2 ഡിവൈഡ് ബൈ 2 ആകുമ്പോൾ നമുക്കിത് 3/4 ആകും. ദെൻ കെ ടി അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു കെ ടി എൽ എൻ എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ പ്ലസ് കെ ടി ക്യാൻസൽ ആയി പോവും, ഇ സി പ്ലസ് ഇ വി ദെൻ ബൈ 2. സോ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ഫെർമി എനർജി എവിടെ ആയിരിക്കും എന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ സി പ്ലസ് ഇ വി ബൈ 2 പ്ലസ് 3/4 കെ ടി എൽ എൻ എം പി സ്റ്റാർ ഡിവൈഡഡ് ബൈ എം എൻ സ്റ്റാർ. ഇതാണ് ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ഫെർമി എനർജി ലെവലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് എക്സ്പ്ലനേഷനിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രിൻസിക് മെറ്റീരിയലിലെ അതിൻ്റെ എക്സാക്റ്റ് ഇൻട്രിൻസിക് ഫെർമി എനർജി എന്ന് പറയുന്നത് മിഡ് വേ ത്രൂ ദ എനർജി ബാൻഡ് ഗ്യാപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് അതൊരു അപ്രോക്സിമേഷനാണ്. എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് 3/4 കെ ടി എൽ എൻ എം പി സ്റ്റാർ ഡിവൈഡ് ബൈ എം എൻ സ്റ്റാർ എന്നാണ്. ഇതിനകത്ത് എം പി സ്റ്റാർ എന്ന് പറയുന്നത് നമുക്കറിയാം എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾസ് ആണ്, ഓർ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസിൻ്റെ മാസ്സാണ്, ഓർ ആൻഡ് എം എൻ സ്റ്റാർ എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ് ഓഫ് കാരിയർ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓർ ഇലക്ട്രോൺ. ഓക്കെ, സോ രണ്ട് മെറ്റീരിയലും വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും സെയിം എഫക്റ്റീവ് മാസ് ആണെങ്കിൽ മാത്രമാണ് 3/4 കെ ടി 1 വരും, കെ ടി എൽ എൻ 1 വരും. സോ എൽ എൻ 1 0 ആണ്, 3/4 കെ ടി ഇൻറ്റു 0 ഈ ടേംസ് ക്യാൻസലായി പോകും. സോ രണ്ട് വാലൻസ് ബാൻഡിലെയും കണ്ടക്ഷൻ ബാൻഡിലെയും എഫക്റ്റീവ് മാസ് ഈക്വലായിട്ട് വരുന്ന കേസിൽ ഈ ടേം കംപ്ലീറ്റ് ക്യാൻസൽ 0 ആയി പോകും. നമ്മളുടെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഇ സി പ്ലസ് ഇ വി ഡിവൈഡ് ബൈ 2 ആകും. സോ നമ്മൾ എക്സാക്റ്റ് മിഡ് പോയിൻ്റ് ആണ് എന്നെടുക്കുന്ന ഒരു അപ്രോക്സിമേഷനാണ്. ഈവൻ ദോ രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിലും നമ്മൾ ഒരു സെമി കണ്ടക്ടർ സ്പെസിഫിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിൻ്റെ അകത്ത് എം പി സ്റ്റാർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 0.45 ആയിരിക്കും, M0 ആണ്. അതുപോലെ എം എൻ സ്റ്റാർ എന്ന് പറയുന്നത് സിലിക്കൻ്റെ കേസിലാണെങ്കിൽ എം എൻ സ്റ്റാർ എന്ന് പറയുന്നത് 0.067 ഇൻറ്റു M0 ആണ്. സോ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 0.47 ഡിവൈഡ് ബൈ 0.067 ആയിട്ടാണ് വരിക. സോ ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 0.4 ഡിവൈഡ് ബൈ 0.067 ലോഗ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 0.025 ആണ്. അതുപോലെ കെ ടിയുടെ വാല്യൂ 0.025 ആണ്. ഇൻറ്റു എൽ എൻ നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എടുത്ത് കഴിഞ്ഞാൽ 0.4 എന്നായിരിക്കും വരിക, ഇൻറ്റു 3/4. ഈ ഇക്വേഷൻ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 0.00 സംതിങ്. സോ ഇവിടെ ആഡ് ചെയ്യുന്ന എഫക്റ്റീവ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈവൻ രണ്ട് ഡിഫറൻറ്റ് എഫക്റ്റീവ് മാസമുള്ള കേസിലാണെങ്കിലും ഈ ടേം എന്ന് പറയുന്നത് EC + EV/2 ആയിട്ട് നോക്കുമ്പോൾ ഒരു വളരെ ലോവർ വാല്യൂ ആണ്. സോ നമുക്കതിനെ ഒഴിവാക്കാം. സോ ഇൻട്രിൻസിക് മെറ്റീരിയലിലെ എനർജി എനർജി ലെവൽ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് ഈ ഇക്വേഷനാണ്. EC + EV/2 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇൻട്രിൻസിക് ലെവലിനെ കുറിച്ച് നോക്കുക. ഇനി ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും അതിൻ്റെ ഫെർമി എനർജിയാണ് നമ്മൾ എടുക്കേണ്ടതെങ്കിൽ ഫെർമി പൊസിഷൻസ് മാറും എന്ന് നമുക്കറിയാം. സോ എൻ ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം N = NC ഇൻറ്റു കണ്ടക്ഷൻ ബാൻഡ് എനർജി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻറ്റു E⁻ - EC/KT ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് EF എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, വളരെ കുറവായിരിക്കും. സോ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂടുതലായിട്ടാണ് അവിടെ കിട്ടുക. ഓക്കെ, സോ EF - EC/KT കിട്ടും. ദെൻ വീണ്ടും ഈ കേസിൽ നമുക്ക് ലോഗരിതം എടുക്കുന്നു, N/NC ഇങ്ങോട്ട് എടുക്കുന്നു. സോ N/NC = E⁻ EF - EC/KT എന്ന് കിട്ടും. സോ ഈ ഡിഫറൻസ് കുറയുന്നത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. നമുക്കറിയാവുന്ന നെഗറ്റീവ് E⁻1/s ലോ വാല്യൂ വരും, 1/ലോ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വാല്യൂ ആണ്. സോ നമുക്ക് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ ഡിഫറൻസ് കുറയുമ്പോൾ നമുക്ക് ആക്ച്വലി എന്നിൻ്റെ വാല്യൂ കൂടുതലാണ് കിട്ടുന്നത്. ദാറ്റ്സ് വൈ മെറ്റീരിയൽ ഈസ് എൻ ടൈപ്പ്. എനിവേ, സോ ഈ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ ലോഗരിതം എന്ന് പറയുന്നത് EF - EC/KT ആണ്, which is equal to ln N/NC. ഓക്കെ, സോ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, NC എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EF - EC = KT ln N/NC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് EF = EC മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആകും, EC + KT ln N/NC എന്ന് എഴുതാൻ പറ്റും. സോ എൻ ടൈപ്പ് മെറ്റീരിയലിലെ ഫെർമി എനർജി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് EF ഫെർമി പൊസിഷൻ എന്ന് പറയുന്നത് EC + KT ln N/NC ആണ്. ബട്ട് നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ബെനർജി ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾക്ക് റെപ്രസെൻറ്റേഷനിൽ കാണിച്ചത് ഇവിടെ EC ആണ്, ഇവിടെ EF ആണ്. ഫെർമി എനർജി എന്ന് പറയുന്നത് ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് ബട്ട് ബിലോ ടു കണ്ടക്ഷൻ എനർജി, കണ്ടക്ഷൻ ബാൻഡിനേക്കാളും താഴെയായിട്ടാണ് നമ്മൾ വരച്ചത്. ബട്ട് ഇവിടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ EF = EC + KT ln N/NC എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ എന്താണ് ECയേക്കാൾ ആഡ് ചെയ്യുക, ഒരു ടേം ആഡ് ചെയ്യുകയാണ്, ബട്ട് ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റോങ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇത് എന്ന് നമുക്ക് തോന്നാം. ബട്ട് ഒരു എൻ ഡോപ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു ഓർഡർ, ഫോർ എക്സാമ്പിൾ സിലിക്കൻ്റെ കേസ് ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഈ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 1.5 × 10⁻10 ആയിരിക്കും N എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 10⁻19 or 20 ആയിരിക്കും.
ഓക്കെ, സോ ഇത് n എന്ന് പറയുന്നത് 10⁻10 ആണ്, എൻ സി ഇൻ ദ ഓർഡർ ഓഫ് 10⁻19 ആണ്. സോ ഈ റേഷ്യോ എടുക്കുമ്പോൾ 10⁻10 / 10⁻19 വരും, അത് 10⁻9 ആണ്. 10⁻9 എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് സ്റ്റിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കിട്ടുക. സോ ഇൻറ്റു k ഇൻറ്റു ടി 0.059 ഇൻറ്റു ആ ലോ വാല്യൂ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ KT/LN n/NC റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ടേമിനെയാണ്. ഓക്കെ, സോ ഇവൻ നമ്മൾ പ്ലസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും KT/LN ഇവൻ്റെ അകത്ത് ഇത് 10⁻9 വരുന്നതുകൊണ്ട് അതിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് ഇൻറ്റു KT ചെയ്യുമ്പോൾ വീണ്ടും അതൊരു നെഗറ്റീവ് ലോ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്യുമ്പോൾ EC താഴെയായിട്ട് EF കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിലും ഇവിടെ EC താഴെയായിട്ട് EF കാണിക്കുന്നതിൻ്റെ കാരണം ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഓക്കെ, സോ ഇവിടെ ഒരു കോൺസ്പിറൻസി ഉണ്ട്. എന്തുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെയായി, എന്തുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയായി, എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ഇനി ഒരു പി ടൈപ്പ് മെറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പി ടൈപ്പ് മെറ്റീരിയൽ? പി ടൈപ്പ് മെറ്റീരിയൽ ഡോപ്ഡ് വിത്ത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി സെയിം ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിൻ്റെ ഹോൾ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹോൾസ് P is equal to NV into E raised to EV minus EF by KT ആണ്. ഓക്കെ, സോ തിരിച്ച് ഇതുപോലെ ഇതേ സെയിം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ E raised to EV minus EF by KT is equal to P by NV എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ലോഗരിതം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ EV minus EF by KT is equal to ln P by NV എന്ന് എഴുതാം. ഓക്കെ, സോ EV minus EF is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ KT ln P by NV എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ EF നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ എന്തായിട്ട് മാറും? EF is equal to EV minus KT ln P by NV എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ടൈപ്പ് മെറ്റീരിയലിലെ ഫെർമി പൊസിഷൻ എന്ന് പറയുന്നത് EV minus KT ln P by P, അതായത് EVയുടെ താഴെയാണ് ഫെർമി എനർജി എന്ന് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ബട്ട് പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ ബാൻഡ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ EC ഉണ്ട്, EV ഉണ്ട്. ഫെർമി പ്ലോട്ടിൽ നമ്മൾ വരച്ചത് അല്ലെങ്കിൽ EF കാണിച്ചിരിക്കുന്നത് എബൌട്ട് ടു ദ കണ്ടക്ഷൻ, എബൌട്ട് ടു ദ വാലൻസ് ബാൻഡാണ്, ബട്ട് ക്ലോസ് ടു ദ വാലൻസ് ബാൻഡ്. ഈ രീതിയിലാണ് നമ്മൾ പ്ലോട്ട് വരച്ചിരിക്കുന്നത്. ബട്ട് ഇക്വേഷൻ കാണിക്കുമ്പോൾ EV മൈനസ് ആണ്. സോ ഇതേ അനാലിസിസ് തന്നെ നമുക്ക് അവിടെ അതേ എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ NV എന്ന് പറയുന്ന നമ്പർ ഓഫ് വാലൻസ് ബാൻഡ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 10⁻19 ആണ്. അതുപോലെ ഹോൾസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻10 ആണ്. സോ ആ റേഷ്യോ എടുക്കുമ്പോൾ 10⁻9 വരും. -9 ലോഗരിതം എടുക്കുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി വരും. നെഗറ്റീവ് നമുക്കിവിടെ പ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അത് വാലൻസ് ബാൻഡിൻ്റെ മേളിൽ ഫെർമി എനർജി പൊസിഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫെർമി ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഇക്വേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കുന്നത്. ഇതേ രീതിയിലാണ് നമ്മളത് കാണിക്കുക. സോ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ട് ഫെർമി ഇക്വേഷൻസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഫെർമി പ്ലോട്ട് ഇങ്ങനെ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും എന്ന് ചോദിക്കാം.